Yes, John P. Good afternoon. Good afternoon, sir. Soumya, good afternoon. Vinisha Prakash, good afternoon. Okay, let us start. Let us start. Who is doing prayer? Okay, Safida. Prayer undo? Prayer, sir. Yes. Soumya. Okay, number, sir. Yes. Oh God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with our wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be gracious to us and bring out the talent that is within us. Good afternoon, sir. Good afternoon, all. Okay, Soumya. Very good, very good, very good. Three Padarchi guidance, Soumya. Yes. Okay, sound clear. Yes, that will issue you. Then, thought of the day. Thought of the day ഞാനാണ് പറയുന്നത്. Okay, Safida. Continuous improvement is not a destination. It is a journey. This means that making small regular progress is what really matters over time. നിരന്തരമായ പുരോഗതി ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ഇതിനർത്ഥം നമ്മൾ ഒരിക്കലും പൂർണ്ണരാകുന്നില്ല, പകരം എല്ലായ്പ്പോഴും മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നതാണ്. ഇല്ല, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കൂല അല്ലേ സഫീദ? The wants of a man and the waves at the sea never end. ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയില് മന്നാരെ പാടിയ ഒരു പാട്ടിന്റെ വരികളാണ്. കരളിലെ മോഹവും കടലിലെ ഓളവും ഒരിക്കലും അവസാനിക്കുകയില്ല. Okay, very good, Safida. Yes. Then, signing on. Signing രേവതിയാണ്. Okay, രേവതി, continue. ഒരു സോങ് ആണ് കേട്ടോ സാർ. Yes, okay, no problem. Every night in my dreams I see you, I feel you, that's how I know you. Go on. Far across the distance, they teach in a heart, oh, you have come to show me. Go on. Near, far, wherever you are, I believe in my heart will go on. Thank you, sir. Okay, Revati? Good afternoon, sir. Good afternoon, friends. Yes, good afternoon. Okay, Revati, very good. English style ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ ഇല്ലേ, അതിൻ്റെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ്. യെസ്, നമുക്ക് ആരംഭിക്കാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് MT9 ക്ലാസ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് MT9 ക്ലാസ്. ഇനി അവരെ കോൺവെക്കേഷൻ സെറിമണിക്ക് കാണാമെന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. Now we come to the preposition. പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പല രീതിയിലുള്ള പ്രിപ്പോസിഷന്റെ യൂസും അതിന്റെ ഉപയോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. യെസ്, ഇനി നമുക്ക് യെസ് ബിനിഷ. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാട്ടെ, വിളിച്ച ആളുണ്ടോ ഇല്ലെന്ന് ഉറപ്പാക്കിയതാണ്. യെസ്, ഓക്കെ, ഐ വിൽ കോൾ യു. യെസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ചില വാക്കുകളിൽ കൂടി മാത്രം വരുന്ന
ചില പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ അക്കമ്പനി എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ കൂടെ എന്തുണ്ടാവും? ബൈ ഉണ്ടാവും. അക്കമ്പനീഡ് ബൈ. അക്കമ്പനീഡ് വിത്ത് എന്ന് വരില്ല, ആ അക്കമ്പനിയുടെ വാക്കിന്റെ കൂടെ ബൈ എന്ന് വരും. ജൂനിയർ കഴിഞ്ഞാല് ഉടനെ വരും ജൂനിയർ ടു. ജൂനിയർ ദാൻ എന്ന് പറയില്ല, ജൂനിയർ ടു. യെസ്. എഗ്രി കഴിഞ്ഞു കഴിഞ്ഞാല് വിത്തും വരും, അറ്റും വരും. യെസ്. എഗ്രി വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയോട്, എഗ്രി അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയയോട്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. യെസ്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. ചില പ്രിപ്പോസിഷൻ ചില വാക്കുകളുടെ കൂടെ മാത്രം വരുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്സസ് ഒടിയും. ഈ ആക്സസ് എന്ന് പറയുന്ന വേർഡ് കൂടെ വരുന്ന പ്രിപ്പോസിഷൻ, ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വേർഡിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ടു എന്താണ്? ടു. ആക്സസ് ടു, അഡിക്ഷൻ ടു. അപ്പൊ അങ്ങനെ ഈ വേർഡുകളുടെ കൂടെ വരുന്ന എല്ലാ പ്രിപ്പോസിഷനും എന്താണ്? ടു ആയി. യെസ്. ഒരു എക്സാമ്പിൾ പറയുന്നത്, ഹി ഈസ് അഡിക്റ്റഡ് ഡാഷ് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡിക്റ്റഡ് ടു ആയി വരുള്ളൂ. അഡിക്റ്റഡ് വിത്ത് അല്ല, അഡിക്റ്റഡ് ബൈ അല്ല, അഡിക്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കൂടെ ടു ആവും. അഡിക്റ്റഡ് ടു. യെസ്. അപ്പൊ ബിനീഷ ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് വായിക്കാം. ആക്സസ് പിന്നെ ടു ചേർത്ത് പറയാം. ആക്സസ് ടു, അഡിക്ഷൻ, അഡിക്ഷൻ ടു, അങ്ങനെ താഴേക്ക് വായിക്കും. പേജ് നമ്പർ ഒന്ന് പറയുമോ? പേജ് നമ്പർ 104, 104. ഈ ഇവിടെ കാണാനല്ലോ, ഇവിടെ നേരത്തെ നോക്കി കാണാൻ പറ്റില്ലേ? ആ കാണാണ്ട്. നല്ലൊരു ധൈര്യത്തിനല്ലേ? ആ. യെസ്. ആക്സസ് ടു അങ്ങനെ പറയാണ്ട്. വായിച്ചാൽ മതി. ആക്സസ് എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ, പരിധി, ഉൾക്കൊള്ളുക അർത്ഥം. ആക്സസ് ടു അഡിക്ഷൻ, അഡിക്ഷൻ ടു, അഡ്ഹറൻസ് ടു, അലൈഗ്നസ് ടു, അലർജി ടു, ആൾട്ടർനേറ്റീവ് ടു. ഇപ്പൊ ഈ വായിച്ച ഈ 6 അർത്ഥം അറിയാൻ പാടില്ല വരുന്നത്. അഡ്ഹറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആശ്രയം, അലിഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിധേയത്വം. യെസ്. ഓക്കെ. അപ്പൊ അറിയാലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജോൺ ഫി അടുത്ത് വായിക്കുക. അവേർഷൻ വഴി താഴേക്ക് വായിക്കും. ടു ചേർത്ത് വായിക്കണേ. അറ്റാച്ച്മെന്റ് ടു, കോൺട്രിബ്യൂഷൻ ടു, ഡാമേജ് ടു, ഡിവോഷൻ ടു, ഡിസ്ലോയൽറ്റി ആണ്. സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ആണ്, പഴയ പ്രിന്റ് ആയതുകൊണ്ടാണ്. ഡിസ്ലോയൽറ്റി ടു. ഡിസോൾട്ടിയുടെ അർത്ഥം എന്തോ സാർ? എന്താണ് അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. ഏതാണ്? ഡിസ്ലോയൽറ്റി വിശ്വസ്തത, അതിന്റെ ഓപ്പോസിറ്റ്. ഡിസ്ലോയൽറ്റി വിശ്വസ്തത ഇല്ലായ്മ കേട്ടോ. ആ എച്ചിലാണ് ചോദിച്ചാൽ മതി. BIS. എച്ച് വേണ്ട. അപ്പൊ ശരി. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ വായിച്ചതിന്റെ അർത്ഥം അറിയാൻ വല്ലതുണ്ടോ ജോൺ ഫി? ഡിവോഷൻ. എന്തോ? ഡിവോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാധന. നമ്മൾ പറയാം ഡിവോഷണൽ സോങ് എന്ന് പറയാല്ലേ, ആരാധന. ഡിവോഷണൽ സോങ്, ഭക്തിഗാനങ്ങളൊക്കെ നമ്മൾ പറയുന്ന പേരല്ലേ, ആരാധനയോടുകൂടി പാടുന്ന പാട്ടുകളല്ലേ ഡിവോഷണൽ സോങ്സ്. ഞങ്ങൾക്ക് ഡിവോഷൻ എന്നുണ്ട്, പക്ഷെ അത് ഈ മീനിങ് ആണോ എന്നൊരു സംശയം, അതാണ് ചോദിച്ചത്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പൊ ഓക്കെ. അപ്പൊ 2 വെച്ച് പറഞ്ഞു. ഇനി അടുത്തത് സൗമ്യ. പ്രിഫേസ് ഒഴികെ വായിക്കൂ. Preface to, reference to, relevance to, reply to, resistance to, return to.
റിപ്ലൈ ടു എന്നുള്ളതിന് ആദ്യം PLY ആണ് കേട്ടോ. റിപ്ലൈ ടു. യെസ്, ഇതിനകത്ത് അർത്ഥം അറിയാൻ പലതൊന്നുമില്ലല്ലോ സൗമ്യ, ഉണ്ടോ? പ്രിഫേസ് എന്ന് വെച്ചാൽ പ്രിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് പുസ്തകം നമ്മൾ വായിക്കരുത് അതിന്റെ ഫ്രണ്ടിലൊരു പേജ് ഉണ്ടാവില്ല, ആമുഖം. അതിന് പ്രിയാമ്പിൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന അതേ സംഗതി തന്നെയാണ് പ്രിഫേസ്, ആമുഖം. യെസ്, പ്രിഫേസ്. യെസ്, മേരി ദൃശ്യ. ഹലോ സർ. ഓക്കെ. ഈ അടിയിൽ വായിച്ചോളൂ, ആൻസർ ഒടിക്കുള്ളൂ, അത് കുറച്ചല്ലേ ഉള്ളൂ, മുഴുവൻ വായിച്ചോളൂ. Answer to, antidote to, approach to, പിന്നെ exemption to, immune to, introduction to, solution to, threat to, witness to. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസക്തി കേട്ടോ, പ്രസക്തി ഇമ്പോർട്ടൻസ് ആണ്. യെസ്, അപ്പൊ ഇപ്പൊ ഇവിടെ വായിച്ചതില് മേരി ദിശ ആൻസർ ടു ആന്റിഡോട്ട്, അതിന്റെ അകത്ത് അർത്ഥം പറയാൻ പലതുള്ളതുണ്ടോ? ഇതില് ആന്റിഡോട്ട് പ്രതിവിധി. ബാക്കിയെല്ലാം അറിയാം. യെസ്, ഓക്കെ. അതിന്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. യെസ്, റംസീന. ഓക്കെ, അപ്പൊ അടുത്ത ലിസ്റ്റ് വായിക്കാം. ലിസ്റ്റ് വായിക്കുന്നേക്കാവുമ്പോൾ മുകളിൽ എഴുതിയേക്കുന്നത് വായിച്ച റംസീന. Here is list of noun which usually or often have for after them. നേരത്തെ പറഞ്ഞ ടു ആണ്. ഇനി ലിസ്റ്റ് ഇരിക്കുന്നതിന്റെ കൂടെ വരുന്ന ഏതാണ്? ഫോർ ആണ്. ഫോർ എന്ന് പറഞ്ഞ പൊസിഷൻ ചേർത്ത് വായിക്കണം. യെസ്, വായിച്ചോളൂ, താഴേക്ക് വായിച്ചോളൂ. Admiration for appetite. ആദ്യമായിട്ടാ. Yes. Aptitude for, substitute for, bite for, craving, bid for, craving for, credit for, your for, demand for. Yes, very good. Okay, ഇതിനകത്ത് ഏതാണ് റംസിനൊക്കെ അറിയാൻ പാലത്ത് മീനിങ് ഉള്ളവരുണ്ട്? അതില് രണ്ടെണ്ണം അറിയില്ല. ആപ്റ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞതേ ഇപ്പൊ നമുക്ക് ബാങ്കിന്റെ ഒക്കെ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സാമർഥ്യം എന്നുള്ള ക്ലവർ എന്നുള്ള അർത്ഥം മതി. യെസ്, അപ്പിറ്റേറ്റ് ബിഷപ്പ്. യെസ്, ഓക്കെ. വെരി ഗുഡ്. നിഷ ബിജു. Yes. Lily Thomas. Yes, sir. Okay, I desire to Lily. Desire for, dislike for, anger for, love for, need for, promotion for, quest for, recipe for, regard for. Okay. ഇതിന്റെ അകത്ത് അർത്ഥം പറയാൻ പറ്റത്തുണ്ടോ ലിനി? ഇല്ല. എല്ലാവരും അറിയാലോ അല്ലെ? വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ അതൊക്കെ 4 എന്ന് പറയണത്. യെസ്, രേവതി. യെസ്, മിന്നു. സർ കേക്കാം, എനിക്ക് കേക്കാം. ഓക്കെ. രേവതി പോയി വിചാരിച്ചു. ഇല്ല, അത് എനിക്ക് ഇത് മ്യൂട്ട് ആയി പോയി, അത് ഓൺ ആവുന്നില്ലായിരുന്നു. Okay, no problem. Yes, a remedy മുതൽ താഴേക്ക് വായിച്ചു രേവതി. Yes, sir. Remedy for, respect for, responsibility for, room for, search for, sympathy for, cinnamon for, taste for, thirst for. ഇതിന്റെ അറിയാൻ പാടുള്ളതുണ്ടോ? ഇല്ല സർ. എല്ലാം അറിയാലോ. യെസ്, സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ. Then okay, Minnu. Yes sir. Okay, here is it. അപ്പൊ നമുക്ക് 3 നോക്കി 4 നോക്കി അടുത്ത വായിക്കും.
assault on, attack. Here is a list. Here is a list of nouns which usually or often have on after them. ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത് ഓണാണ്. ആ ഓൺ എന്നുള്ളത് ബോൾഡ് ലെറ്റർ ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബോൾഡ് ആണെന്ന് വിചാരിക്കാം. യെസ്, ഓൺ വെച്ച് പറഞ്ഞു. Okay. Assault on, attack on, done on, climb on, comment on. Comment on. Okay, okay. ഇതിനകത്ത് അർത്ഥം അറിയുമ്പോൾ വല്ലതുകൊണ്ട് അസോൾട്ടിന്റെ അത് അറ്റാക്ക് തന്നെയാണ്, ആക്രമണം. യെസ്, അറ്റാക്ക് തന്നെയാണ്. യെസ്, ഓക്കെ. വിനു, ഷംന. ഷംന, ആ കോൺസെൻട്രേഷൻ ഒരു താഴേക്ക് വായിച്ചു. Concentration on, curb on, dependence on, effect on, hold on. Hold on. Yes. അതിന്റെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് Curb. കർബ് എന്ന് പറഞ്ഞാൽ കടിഞ്ഞാൻ, തടസ്സം, അങ്ങനെ അർത്ഥം. ഒബ്സ്റ്റക്കിൾ. യെസ്, ബാക്കിയൊക്കെ അറിയാം അല്ലേ? ശരി, വിനുകുമാർ. ഇൻസിസ്റ്റൻസ് വായിച്ചു. Insistence on, reflection on, reliance on, restriction on, tax. Tax on. Tax on. ഇതിന്റെ അതേ അറിയാൻ പാടില്ലാത്ത Insistence. ഇൻസിസ്റ്റൻസ് നിർബന്ധിക്കുക കേട്ടോ, നിർബന്ധിക്കുക. ഫോഴ്സ്. യെസ്, ഓക്കെ. Rini Devasini. Rini. Sir. How are you? Fine, sir. Okay. അടുത്ത് വായിച്ചോളൂ. സാർ ഞാനൊരു ഓഫീസിലാണ്, ഞാൻ ഫോൺ നോക്കിയാ വായിക്കുന്നത്. വായിക്കാൻ സൗകര്യമുണ്ടോ? ഇല്ല, ഞാൻ വായിക്കാം. Here is a list of nouns which usually or often have with after them. വിത്ത് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിത്ത് ചേർത്ത്, വിത്ത്. ഓക്കെ. Definitive with, collision with, connection with, contrast with, correspondence with, date with. ഓക്കെ. ഇതിന്റെ മീനിങ് അറിയാൻ പാടില്ലാത്ത വീടുണ്ടോ? Collision. കൊളീഷൻ ഒരു കൂട്ടിമുട്ടുക, സംഘട്ടനം, അങ്ങനെ അർത്ഥം കേട്ടോ. Okay. വെരി ഗുഡ്. ഓക്കെ. റിനി, വെരി ഗുഡ്. ജിനു. അടുത്ത് വായിച്ചോളൂ ജിനു. ഡീലിങ്സ് വിത്ത് dissatisfaction with dissatisfaction, encounter with the families, familiarity with identification with the intimacy with. ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ അതിന്റെ അകത്ത് അറിയാൻ പാടില്ലെന്നുള്ളതുണ്ടോ? എൻകൗണ്ടർ ഞാൻ കൂട്ടിമുട്ടുക, ഞാൻ പറയില്ലേ എൻകൗണ്ടർ. രണ്ടുപേർ സംഘട്ടനം എന്ന് പറയില്ലേ, അതാണ്. എൻകൗണ്ടറിലാണ് അവൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പറയും. യെസ്, എൻകൗണ്ടർ, സംഘട്ടനം. ഫെമിലിയാരിറ്റി, പരിചയം. ഡിസാറ്റിസ്ഫാക്ഷൻ, സാറ്റിസ്ഫാക്ഷന്റെ ഓപ്പോസിറ്റ്, സന്തോഷമില്ലായ്മ. ഡീലിങ്സ്, ഡീൽ ചെയ്യുക, പരിഗണിക്കുക. ഇന്റിമസി, അടുപ്പം. ഓക്കെ. വെരി ഗുഡ്. സുറുമി. Yes, sir. അടുത്ത് വായിച്ചോളൂ സുറുമി. Involvement with, link with, quarrel with, relationship with, sympathy with. ഓക്കെ. പറഞ്ഞു. അതിനകത്ത് അറിയാൻ പാടില്ല. എല്ലാം അറിയാം. വെരി ഗുഡ്. യെസ്. Quarrel. Meaning. വഴക്കിടുക എന്ന് പറയാറില്ലേ? വഴക്കിടുക എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വഴക്കിടുക എന്ന് പറയുന്നത് ക്രോസ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കിടുക എന്നാണ്. ഐ ക്രോസ് വിത്ത് യു, ഞാൻ നിങ്ങൾ ക്രോസ് വിത്ത് എന്ന് പറഞ്ഞാൽ വഴക്കിടുക. ഓക്കെ, പറഞ്ഞില്ല. അപ്പൊ നമ്മള് പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. യെസ്, അപ്പൊ അത്രയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ നിങ്ങളോട്
വേറൊരു കാര്യം പറയുകയാണ്. അപ്പൊ ആരും പോകണ്ട, എല്ലാവരും സജീവമായിട്ട് നിൽക്കുക. അപ്പൊ ഇതിനകത്ത് ഐശ്വര്യമായിട്ട് എനിക്ക് തോന്നുന്നു ബിനീഷിന്റെ ഉള്ളത്. ബിനീഷിന്റെ ഐശ്വര്യം കൊള്ളാം. യെസ്. അപ്പൊ ബിനീഷിന്ന് നമുക്ക് അല്ല വേണ്ട, ഇവിടെ നമ്മളിപ്പോ ലാസ്റ്റ് വന്ന് നിന്നത് ആരിലാണ്? സുറുമീരല്ലേ? അപ്പൊ ഹൈറുന്നീസയിൽ നിന്ന് ആരംഭിക്കാം. യെസ്, ഓക്കെ. ഹിന്ദു കുരിശിന് വരാൻ പോണെന്നില്ല ഹൈറുന്നീസ് ഇപ്പൊ മനസ്സിൽ വിചാരിച്ച് ടോപ്പിക് ഞാൻ കേട്ടില്ല. എന്താണ് ഇനിയിപ്പോ വരാൻ പോകുന്നതല്ലേ ഹൈറുന്നീസ് വിചാരിച്ചത്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് റിയാക്ഷൻ പറഞ്ഞിട്ടെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടിയായിട്ട് വന്നു പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. യെസ്, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൗ ഡു യു സ്പെൻഡ് എ സൺഡേ? ഒരു ഞായറാഴ്ച നിങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? സാധാരണഗതിയിൽ ചിലവഴിക്കുന്ന ദിവസം ആ റൊട്ടീനായിട്ട് പോണതാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അവരുടെ അവധി ദിവസമല്ലേ? ഹൗ ഡു യു സ്പെൻഡ് എ സൺഡേ? ഞായറാഴ്ചകളിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഓൺ സൺഡേസ് ആണല്ലോ എല്ലാം. അപ്പൊ പിന്നെ പറയണ്ട, ഐ ഗെറ്റ് അപ്പ് അറ്റ് 7 o'clock in the morning. രാവിലെ ഞാൻ 7 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ആരംഭിക്കാം. Then after that, my husband and my children we started to talk. ഞങ്ങള് അവിടെ തന്നെ കിടന്നുകൊണ്ട് സംസാരം ആരംഭിക്കുന്നു. യെസ്, ഐ ഗോ ടു കിച്ചൺ അറ്റ് 8 o'clock. 8 o'clock കിച്ചൺ. അങ്ങനെ ഞായറാഴ്ചകൾക്ക് പ്രത്യേകത ഉണ്ടാവില്ലേ? എല്ലാ ദിവസവും പോലെ ആയിരിക്കില്ല ഞായറാഴ്ച. യെസ്, ഓക്കെ സുറുമി. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ ഞായറാഴ്ചകൾ എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. മെയിൻ പോയിന്റ് മാത്രം മതി. എപ്പോ എഴുന്നേൽക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു. ഇനി കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാനുണ്ടെങ്കിൽ ഒരു കാവ്യ ഭംഗിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർത്തോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. യെസ്. അപ്പൊ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഞായറാഴ്ചകൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഐറനീസ പോയിന്റ് ഒക്കെ നോക്കി വെച്ചോട്ടെ. യെസ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എങ്ങനെയാണ് നിങ്ങൾ ഞായറാഴ്ചകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യണത്? ആസ് ഇറ്റ് ഈസ് എ ഹോളിഡേ, അതുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച എന്നുള്ള വേർഡ് ദിവസം എടുത്തത്. ഞായറാഴ്ചകളെല്ലാം ഭയങ്കര ചിലപ്പോൾ സ്ലോ ആയിരിക്കും. ചിലപ്പോ നിങ്ങൾക്ക് പറയാം അന്നാണ് ഏറ്റവും കൂടുതൽ പണി, അലക്ക് മുഴുവൻ അന്നാണ്. വാഷിംഗ് ക്ലോത്ത്സ്, ദാറ്റ് ഇസ് എ മെയിൻ ടാസ്ക് ഓൺ സൺഡേസ്. അപ്പോൾ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഐറനീസ, ആർ യു റെഡി? ഐറനീസ, ഞാൻ റെഡിയാണ്. ആരാണ് റെഡി? രേവതി. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാനേ രേവതിനെ അഭിനന്ദിക്കുന്നു. കാരണം യു ആർ നോട്ട് റെഡി. ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം സാർ. ഓക്കെ ഓക്കെ, യു ആർ ഗെറ്റിംഗ് റെഡി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, റെഡി ആയിട്ടുള്ള 2-3 പേരെ വിളിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം റെഡി ആവാം. അപ്പൊ ഇനി സുറുമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും റെഡി ആണെങ്കിൽ മെസ്സേജ് ഇട്ടാലും പേര് ഇട്ടാൽ മതി, തമ്പിട്ടാൽ മതി. ഐ ആം റെഡി എന്നുള്ള മട്ടിൽ. യെസ്, അടുത്തായിട്ട് അവരെ വിളിക്കാം. അപ്പോ ആദ്യം പറയുന്നതിന്റെ അത് എഫക്റ്റ്. അപ്പൊ രസകരമായിട്ട് പറയാം, ബാക്കിയൊക്കെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു. യെസ്, ഓക്കെ. അപ്പൊ ലിന്നി റെഡിയാണ്. സുറുമി കഴിഞ്ഞാൽ ലിന്നി റെഡിയാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. രേവതി, റാസ്മിന റെഡിയാണ്. രേവതി റെഡിയാണ്. റാസ്മിന റെഡിയാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ റെഡിയാണ് കേട്ടോ. അപ്പൊ 4 പേര് നമുക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 4 കഴിയുമ്പോഴേക്കും ഹൈറനീസ ഗെറ്റ് റെഡി. അപ്പൊ സുറുമി, യു സ്റ്റാർട്ട്. ഞാനല്ല സാർ, രേവതിയാണ് ഫസ്റ്റ്. രേവതി. ഇംഗ്ലീഷിൽ പറയണോ നമ്മുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ മതിയോ? ഇംഗ്ലീഷ് പറഞ്ഞു. ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തെറ്റുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട, അതൊന്നും മറന്നേക്കും. തെറ്റ് പറഞ്ഞാൽ മതി, ശരി പറയട്ടെ. നമുക്ക് വേണ്ടതാണ് പറയാനായിട്ട് ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. യെസ്. കഴിഞ്ഞ ദിവസം 9 ഞാൻ പറഞ്ഞില്ലേ, MT9 പിള്ളേര് ലാസ്റ്റ് ക്ലാസ് ഞാൻ കയറി കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ അവരോട് ചോദിച്ചു, ഈ ഒരു 10 മാസത്തെ ഇംഗ്ലീഷ് പഠനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ കാര്യം മുമ്പത്തേക്കാളും ഞങ്ങൾക്കൊരു
കുറച്ച് പേര് പറഞ്ഞു ധൈര്യം തോന്നിയിട്ടുണ്ട്. മുമ്പ് എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഗതിയോട് വെറുപ്പായിരുന്നു. ഇപ്പൊ ആ വെറുപ്പൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ശ്രമിച്ചാൽ എനിക്ക് പറ്റും എന്ന് പറയുന്ന തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രമിക്കാൻ എനിക്ക് പറ്റാത്തതാണ്, ശ്രമിച്ചാൽ പറ്റും എന്നുള്ളൊരു തോന്നല് എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ജിനു, യെസ്. അപ്പൊ ആ ഒരു തോന്നലാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. കാരണം നമുക്ക് ഈ ഏതെങ്കിലും ഒരു നേഴ്സറി സ്കൂളിൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ രണ്ടു വാക്ക് ഇംഗ്ലീഷ് പറയണ്ടേ? അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കൊന്ന് മറുപടി പറയണ്ടേ? യെസ്. അവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണ്ടേ? ഈ ടീച്ചർ കുഴപ്പമില്ല, നന്നാവും, കാരണം ടീച്ചർക്ക് അറിയാം. ഇന്നിപ്പോ ടീച്ചർക്ക് ടെൻഷൻ കൊണ്ട് പറയാത്താന്ന് മനസ്സിലായി, പക്ഷെ ഒരു അവസരം കൊടുത്താൽ കയറി വന്നോളും എന്ന് പറയുമ്പോൾ യെസ്. എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങള് ആ ക്ലാസ്സിൽ കയറി ക്ലാസ് എടുക്കുന്നു എന്ന് അവര് വന്ന് പുറകിലിരിക്കുമ്പോ നമുക്കൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റണ്ടേ? യെസ്. ഈ വക ഒരു കോൺഫിഡൻസ് വേണ്ട നമുക്ക്. ഇതും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കലാണ്. യെസ്. ഓക്കെ രേവതി, ധൈര്യമായിട്ട് പറഞ്ഞു, ഇംഗ്ലീഷിൽ പറഞ്ഞു, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. രേവതി നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റൊന്നും എനിക്കറിയാം. യെസ്, യു സ്റ്റാർട്ട്. Sir, I start my Sunday very late because other Monday to Saturdays, usually I get my day starts from 5:30 or 6. Within 6, I start my day because my husband needs to go to work and my child is also going to school. So normally at Sunday, I get up late at 7 or 7:30 like that. Then Yes. my day starts with waking up my kids, then going to kitchen. Before that, I need to clean up myself and I get started with that and making breakfast and all those things. And my husband is a army person, so he used to go morning in his office side itself. And after coming back, giving food for my family, my child, he's a 3-year-old boy, so he need to be fed up, means fed by myself. So I give him food and all. Then my days as regular as make lunch for my family and all. Then a different change comes from in the evening time because it's a Sunday. So usually we go out for some parties and all. Otherwise, some film or somewhat like that. That's it, sir. That's my Sunday. Usually a different day. Yes, very good, very good, very good, Revati. Very good, very good, very good. About Revati told how does she spend her Sundays. Yes, okay. Then come to Surumi. Yes, sir. Yes, for the Surumi. On Sundays, I wake up at 6 a.m. I prepare anything special for our breakfast. On more days, I prepare pattiri and irachikari. Yes. Then I prepare meat as special, maybe Yes. chicken or beef. Then we all eat together with happiness. If we have any marriage function, we all get ready and go for marriage function with our Yes. family. Marriage function, after marriage function, all go tired. Then we take rest. At evening, I start my washing work of that we wear clothes for marriage function. That is a Yes. great job because that is that are good clothes that I can't put in washing machine. So that is a great job for me. Yes. Then some Sundays we go for outing at evening. That's all, sir. Very good, very good, very good, very good. Okay, so Surumi, ഞാൻ നിന്നോട് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ പൊതുവായിട്ട് പറയുന്നതാണ്. എല്ലാം റെഡി ആയിട്ട് നമുക്ക് ജീവിതം ആസ്വദിക്കാന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അത് നടക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ആസ്വദിച്ചോളണം. അതൊക്കെ ഇതിന്റെ ഇടയ്ക്ക് നടക്കും. ഔട്ടിങ്, സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന മാർഗങ്ങള് ആ ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതെല്ലാം റെഡി ആയിട്ട് സന്തോഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നെവർ ഹാപ്പൻ, അതൊരിക്കലും സംഭവിക്കില്ല. ഓക്കെ സുറമി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ റാസ്മിന, പറഞ്ഞോളൂ റാസ്മിന. Usually I wake up at 5:30. Yes. After praying, I go to the kitchen and preparing food for children. That's Okay. happening every days. But in Sundays, after praying, I again go to the bed and sleep 1 or 2 hours. Yes. Then I woke up, and at that on Sundays I make my children to English kitchen because I didn't make breakfast. Yes. And instead of breakfast, I make bread sandwich or sunny side up like that. Yes. Yes. Then
most of the Sundays, I order the food from outside or go with my children for buying some groceries. At that time, I eat lunch also on outside. Some other Sundays, we got marriage functions. Yes. And some Sundays I take the Sundays like Sevanavara for cleaning cleaning house and with children's. That is making happy with all together. We do everything in house and order the food from outside and enjoying the Sundays. That's this I enjoying my Sundays, sir. Yes. Okay, Asma. Very good, very good. How does Yasmina spend his Sundays? Okay, 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 okay. Yes. Then I call Sir. Lini. Yes, sir. ഇനി ആരും പറഞ്ഞിട്ട് റെഡിയാവരുന്ന് തമ്പിട്ടുള്ളൂ. അല്ലെങ്കിൽ സൗമ്യ പറഞ്ഞിട്ടുണ്ട് അതുപോലെ. ഇപ്പൊ കേട്ട് കഴിയുമ്പോൾ തോന്നിയില്ലേ, നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയില്ലേ? ആ പറഞ്ഞു. യെസ്. Sir, I wake up at 6 in the morning. Yes. And do my routine work, Yes. clean toilet works, everything. After Yes. that, I go to kitchen and prepare breakfast for everyone. Yes. After that, I call my children to get ready for church. Then Yes. I feed my children. Then my children goes for church at 7:45. They have catechism, so they should attend the mass. After that, they have catechism. By the time my husband goes there, drops them and come back, and we have together our breakfast. After that, again I go to kitchen and prepare for afternoon lunch. Then after that, hurry bari, I go to church at 9:30. After that, 11 o'clock, I'll come back. Then do other rest of the works. Then afternoon we have lunch together and watch movies, new movies. Then we go out outside anywhere or for any function. So our Sunday is like this. And you are waiting for the Sunday, okay? Yes. Yes, very good, very good, very good, very good. Okay, Lini, very good, very good. Yes. Then Soumya. Soumya. Vara Kumare, Soumya. Sir. So usually all days are same for me. I wake up at 4 o'clock at morning. After I complete my yes, sir. Yes, yes, very good. After complete my daily routines, we go for meditation and prepare our breakfast. After we have breakfast and clean my house and washing your clothes. After finish my household works and lunch, I have a meeting at 3 o'clock for all Sundays. So I attended that meeting. After that, I help my daughters for her studies and go for prayer. Then if any functions or get together, we go there. Yes. Okay, okay. But Soumya, your Sundays are going just like another day, right? Yes, sir. Okay, okay. Very good, very good, very good. Okay, Soumya. Safida. Okay, sir. Okay, Safida. Start. I started my Sunday waking up later than usual. Yes. And I cook a heavy breakfast because very good. everyone wake up late. Yes. To eat, enjoy lot of time, and Yes. especially a holiday. My daughter helped me in house chores. Yes. And I can relax a little. And I tidy up my home and laundry and organize my home. And I cook their favorite meals. Otherwise, order from a restaurant. I spend quality time with my family and friends. And relaxing my body like sleeping and watching movie other than etc. Yes.
That is all about my Sundays. Okay? Okay. Okay. Very good. Yes, I quite a quality time. Very good. Yes. Then Binu Kumar. Binu Kumar. Binu Kumar പോയോ? ഇല്ല sir. Yes. Yeah. I have to wake up early in the morning because I have to go to church with my family. I need to feed the children breakfast and go. When I return from church, it will be 12 o'clock afternoon. So I have to get the lunch all ready because my husband does not want anything from outside. Yes. Then other time it's cleaning. Then next time is I will finish my TPC work, all project, all assignment, record, all finished that time. Yes. Then Sundays I am very busy. Yes, very good. We see that for Binu Kumar. Yes. Then Hairunisa, are you ready? Yes, I am ready, sir. Okay. Continue, Hairunisa. My Sunday is very special for me. Sunday, I am wake up early morning because I am waiting for the Sunday. Make any special food. Sunday, I am going to out and meet Tavanur Vriddha Sadanam and sometimes spend that pupils. And I am more than happy that pupils with some sweets are going sometime. By my Sunday are pretty much like any other days. Yes. അപ്പോൾ വളരെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ ഹൈറോണിസ. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് അനുസരിച്ചുള്ളവരൊക്കെ ആയിട്ടുണ്ട്. ഇനി ആർക്കും പറയട്ടെ, ഞാനിനി വിളിക്കാൻ വേണ്ടി കാത്തുള്ള കാര്യമില്ല. യെസ്, ഓക്കെ. ജോൺ ഫി പറഞ്ഞോളൂ. ജോൺ ഫി. On Sundays, I wake up at 5 a.m. Then I get my son ready, and we head to the church for service. After church, we come home, and I prepare the family's meal, including a special beef stew and appam. I serve him first, and then I have my food. Afterward, I do the preparation for the lunch, a special beef biryani. Then I spend some time playing with my baby before putting him down for a nap. Yes. Okay, John Phil, very good. I play with my babies. Okay. അതാരും പറയാത്തൊരു സംഗതിയാണ് പറഞ്ഞത്. Yes. Okay. Yes. Then, who is next? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോവാ. പറഞ്ഞവരൊക്കെ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. Okay, Nisha, പറഞ്ഞോളൂ. Nisha. Yes. On Sunday, I wake up early morning, 8:30 a.m. as usual, and I did my routines and I did my prayer. Yes. And I went to kitchen and I make a tea for my kids. Yes. And I tried to ready to go to there in madrasa. Yes. Madrasa will started at 7 a.m. Yes. I went to kitchen again. Yes. And prepare our breakfast. In Sunday, almost I prepare any special food, patiri or chapati, etc. Yes. I will go to sweeping our courtyard. Yes. And then I take used clothes for washing and I cleaned our home. After that, we will eat breakfast with my husband and other family members. Yes. On Sunday, we will go to outing with my children. Yes. Okay. Nisha, very good. Anything more? Anything more? Sir, Yes, Abhina. What's Abhina? usually I wake up at 5:30 in the morning and I go for prayer. After that, I call my son for going madrasa. Then normally I spend time in the kitchen. After that, but some Sundays, not every Sunday. Some Sundays
go again to the bed and sleep and take some rest. But Yes. Some Sundays, if my mood is okay, then I go to kitchen, then prepare a strong tea for me. Then I go back to my sit out or veranda and enjoy my garden and the flowers and the plants and the chirping of the birds, and I Yes. enjoy everything. Yes. Okay. Okay. Abhinav, Sorry, sir, a call. No problem. No problem. Continue. Continue. Then I enjoy all the nature. After I took more time. I took more time in Sundays for me. I take some more time for me time, spending the time relaxing my mind, Yes. visiting the garden. Yes. Until he returns from the madrasa, I enjoy all the garden sceneries and everything. This gives me the charge of that full day. It's recharging me from all the burdens of the Monday to Saturday. Yes. It recharges my mind, my body, and refreshes everything. Yes. Then after that, usually I go to kitchen and do all the things. But in breakfast, for breakfast, I prepare simple breakfast like scrambled egg or appam or dosa or scrambled egg, like something like that. Then for lunch, I prepare heavy lunch. That means I buy some chicken or make biryani or nature or something like that. Then we enjoy together. And also I use Sundays to clean my house and wash all the dirty clothes and organizing my home and doing all the things that is left on other days. Yes. That's my Sunday. Okay, very good, very good. Abhina, വളരെ നന്നായിട്ട് പറഞ്ഞു. Yes. അബിനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു പോയിരുന്നു. നമ്മൾ പറയാറില്ലേ, നമ്മൾ ആസ്വദിക്കുന്ന ജീവിതം. ഏറ്റവും ഒരു വരാന്തയിൽ വന്നിരുന്നിട്ട് പുറത്തേക്ക് നോക്കി, ചെറിയ ചിന്ന പെയ്യുന്ന മഴയൊക്കെ നോക്കി, കയ്യിൽ ഒരു ചെറു ചൂടുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ കൈ പിടിച്ച്, അപ്പുറത്ത് ജോൺസൺ മാഷ് സംഗീതം കളിക്കുക, ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ വി എൻജോയ് ആവട്ടെ. ഇതിനകത്ത് അബീന പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. തുലാമാസാണ്ട് ഇടിവെട്ടാതെ നോക്കണം. അബീന പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ആദ്യം നമ്മൾ എടുക്കുന്നത് മൊബൈലാണ്. മിക്കവരും അതെടുത്തിട്ട് ഇന്നലത്തിന് എന്തെങ്കിലും ബാലൻസ് ഉള്ള അല്ലെങ്കിൽ വേറെ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് വാതിലൊക്കെ തുറന്നിട്ട് പ്രകൃതിയിലേക്ക് നോക്കണം, പുറത്തേക്ക് നോക്കണം. അങ്ങനെ കുറച്ചു നേരം നമ്മൾ നിൽക്കണം. അത് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുക്കളയിൽ കയറിയാൽ മതി. അതൊന്ന് ശീലിച്ച് കുറച്ച് ദിവസം ചെയ്ത് നോക്കി. ഇപ്പൊ അത് പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. നമ്മളിങ്ങനെ അത് ചെയ്ത് നോക്കും. അപ്പൊ നമുക്ക് തോന്നും, ആ തണുപ്പും അല്ലെങ്കിൽ ആ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പ്രകൃതിയുടേതായ ഒരു സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത്. അപ്പൊ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. യെസ്, നമ്മൾ അങ്ങനെയല്ല നേരെ എഴുന്നേറ്റ് അടുക്കളയിട്ട് ഓടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടണം. അതൊരു 5 മിനിറ്റ് നേരത്തെ ഒന്ന് വാതിൽ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ജനലെങ്കിലും തുറന്നിട്ട് പുറത്തേക്കൊന്ന് നോക്കി അത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് അടുക്കളേക്ക് പോയാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അടുത്ത ആഴ്ച പറഞ്ഞാൽ മതി. യെസ്, ഓക്കെ. ഇത് റിലേറ്റ് ചെയ്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്, അതായത് ഒരു കോമഡിയാണ് ഇത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്. അതില് വൈഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ പ്രകൃതിയെ തീരെ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ സെൻസ് ഇല്ലാത്തൊരു ലേഡി ആയിട്ടാണ് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡ് ആണെങ്കിൽ പ്രകൃതിയെ ഭയങ്കര സ്നേഹിക്കുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഹസ്ബൻഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ന്യൂലി മാരീഡ് ആണ്. അപ്പൊ ഇവര് നടന്നു പോവാണ് കടലിന്റെ തീരത്തൂടെ, കടലിന്റെ അല്ല ഈ കായൽ തീരത്തൂടെ നടന്നു പോകുമ്പോൾ ഹസ്ബൻഡ് വൈഫിന്റെ അടുത്ത് പറയുന്നു, അതാ നോക്കൂ മന്ദമാരുതത്തിന് വീശുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ വൈഫ് പറയും, അതെ വീശുന്നുണ്ടെന്ന് പറയും. തിരിച്ചു വരുമ്പോഴും ഒരാൾ അവിടെ വലയിട്ടോണ്ടിരിക്കുക. അപ്പം വൈഫ് പറയും, ഇയാൾ ഇതുവരെ വീശി തീർന്നില്ല, ഇപ്പോഴും വലയിട്ടോണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ വൈഫിന് അപ്പൊ തന്നെ ഹസ്ബൻഡിന്റെ കാര്യം പിടിയിട്ടും ഇവിടെ പ്രകൃതിയെ തീരെ തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ഒരു വൈഫാണെന്നുള്ളത്. ഈ മിമിക്രിക്കാർ തമാശക്ക് പറയുന്ന ഒരു കാര്യമില്ലേ, നമ്മുടെ
സുമാരരിക്കൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ നനഞ്ഞിട്ട് ഒരു കുട്ടി കയറി വന്നു കഴിഞ്ഞപ്പോ സുമാരരിക്കൂട് ചോദിച്ചത്രേ, അത് കോമഡിയായിട്ട് അവതരിപ്പിക്കുന്നതാണ്, പ്രകൃതി തന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഓർത്ത് കണ്ടുനീരിൽ നിന്ന് കടന്നു വന്ന ആ ജലാംശം പറ്റിയിട്ടാണോ കുട്ടി നനഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചു. അപ്പൊ കുട്ടി ഇല്ല സാറേ മഴ നനഞ്ഞതാണെന്ന് പറഞ്ഞു. യെസ്, ഓക്കെ ഓക്കെ. എന്നെ കക്കാടിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. കക്കാട് രാത്രിയായപ്പോ ഭാര്യയെ വിളിച്ചോണ്ട് പറയാണ്, എഴുന്നേക്കടി, എന്താണ് ഇത്, നിനക്കൊരു തേങ്ങാപ്പൂള് വഴിയൊക്കെ കാണിച്ചു തരാം എന്ന് പറയുന്നത്. അപ്പൊ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോ ഭാര്യ വിചാരിച്ചത് അടുക്കളയിൽ വല്ല എലി കയറിയ പ്രശ്നങ്ങളാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ കക്കാട് വരും ആകാശത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രൻ അവർ തേങ്ങാപ്പൂള് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടേ, ഇതാണ് തേങ്ങാപ്പൂള് കണ്ടാന്ന് പറയുന്നത്. അപ്പൊ കക്കാടിന്റെ ഭാര്യ എന്ന് പറഞ്ഞു, എനിക്ക് ഭ്രാന്താണ്, ഈ പാതിരാക്കി ഇത് നോക്കി നിൽക്കാനായിട്ട് എന്താ ആവശ്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രൂഫ് വീട്ടില് മേൽക്കൂര ഇല്ലാത്തതാണെങ്കിൽ വെച്ചാല് കുറച്ച് ചിലപ്പോ നമ്മൾ മുകളിൽ ഡ്രസ് വർക്ക് ഉണ്ട്, ഡ്രസ് വർക്ക് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നിലാവുള്ള ദിവസം, അതായത് പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ഈ പറ്റുന്നത് നിങ്ങള് ഒരു 1-2 ദിവസം വേണമെങ്കിൽ ഒരു പായ എടുത്ത് മുകളിലിട്ടിട്ട് ആ ചന്ദ്രനെ നോക്കിയൊന്ന് കിടന്നു. അത് വേറൊരു ഫീലാണ്. അങ്ങനെ ഇരുന്നു ടെറസിന്റെ മേളില്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു കൊതുകൊടി കൊള്ളാതെ ആവശ്യത്തെ അസുഖം ഡെങ്കി ഉണ്ടാക്കരുത്, കയറി പോടി പറഞ്ഞത്. ഇരുന്നോണ്ട് നോക്കുമ്പോ നമുക്ക് എന്തോ കഴിച്ചു വരിക നമ്മളോടൊക്കെ എടുക്കുക. അത് ഒരു ദിവസത്തേക്കല്ലേ, നമ്മളൊരു കൊതുപോലെ വിലൊക്കെ സെറ്റപ്പ് ചെയ്ത് ആണ് കിടന്നു നോക്കുക. അത് ഭയങ്കര രസമാണ്. പണ്ട് when I was nearly 25-26 years. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു കുന്നുണ്ടായിരുന്നു, കോട്ടയം പോലും എന്ന് പറയുന്ന സ്ഥലത്ത് കുന്ന്. ആ കുന്നിന്റെ മുകളിൽ ഞങ്ങളിങ്ങനെ വന്നിരിക്കുമായിരുന്നു, മുകളിലേക്ക് നോക്കി. ഇപ്പൊ അവിടെയൊക്കെ തിരക്കായി. അന്ന് കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പൊ സുഖമായിട്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. യെസ്, അപ്പൊ നിങ്ങളത് ശ്രമിച്ചു നോക്കൂ. അപ്പൊ ശ്രമിക്കുമ്പോ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചെയ്യാറുണ്ട്. ഇവിടെ ഞാനുള്ളിടത്തുള്ള പഞ്ചാബിൽ ഇപ്പം കോൾഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ ചൂടുള്ള സമയത്തിനാണെങ്കിൽ ഇതുപോലെയാണ്. നമ്മുടെ ബാൽക്കണിയുടെ അവിടുത്തെ വെന്റിലേഷൻ എല്ലാം നമ്മൾ തുറന്നിട്ടിരിക്കും, അടച്ച് മീൻസ് മോർട്ടീനൊക്കെ വെച്ചിട്ട് നമ്മൾ തുറന്നിടും. കാരണം എന്ന് വെച്ചാൽ എത്ര ഇത് വെച്ചാലും നമ്മുടെ എയർ വെളിയിലോട്ട് പോയില്ലെങ്കിൽ റൂം ഭയങ്കര ഹീറ്റഡ് ആയിട്ട് പോകും. ആ സമയത്തിന് ഇതുപോലെ തുറന്നിടുമ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ബെഡിന്റെ അവിടെ നിന്ന് നന്നായിട്ട് നിലാവ് കാണാം. അങ്ങനെ കണ്ട് ചിലപ്പോഴൊക്കെ നല്ല ഒബ്സർവ് ചെയ്ത് അതിനെ കണ്ട് കിടക്കാറുണ്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പണ്ട് കാലത്തുള്ള നമ്മുടെ സാറ്റലൈറ്റ് സംഗതി ഇന്നിപ്പോ നമുക്ക് കണ്ടുകൊണ്ട് വർത്തമാനം പറയാം. പണ്ട് അകലെയുള്ള കാമുകനും അകലെയുള്ള കാമുകിക്കും നമ്മൾ ഒരുമിച്ച് കാണാൻ പറ്റിയ സംഗതിയാണ് ഈ നിലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. യെസ്, അപ്പൊ നിലാവിനെ നോക്കിക്കൊണ്ടാണ് ഇവിടുന്ന് കാമുകം പറയുള്ളൂ. ആരോട് പറയുന്നു? നിലാവിനോട് പറയുന്നു. അപ്പോ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒരു അരിവാള് പോലെ നിൽക്കുന്ന അമ്പിളി അമ്മാവൻ നോക്കിയിട്ട് പറയുന്നു, ഒരുപക്ഷെ എന്റെ കാമുകിയും അവിടെ ഈ അരിവാള് പോലെ നിൽക്കുന്ന ഈ അമ്പിളി മാവനെ നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ടാവാം, ചന്ദ്രനെ നോക്കിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ടാവാം. അതുകൊണ്ടാണ് വയലാർ എഴുതിയപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ എഴുതിയത്, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ഞാൻ ഇവിടെ നിന്ന് കണ്ണെറിയുന്നു, നീ അവിടെ നിന്ന് കണ്ണെറിയുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ലെറ്റ് us come to വളരെ എന്താ പറയാ, നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ രസകരം എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ പെൺകുട്ടികളോട് അവരുടെ പ്രപ്പോസൽ വല്ലതിനോടൊക്കെ പറയും. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പെൺകുട്ടികളോട് അങ്ങനെ ചോദിക്കലില്ല, ഒക്കെ തീരുമാനിക്കും. സമ്മതമാണെന്നൊരു വാക്ക് വയ്ക്കും. സമ്മതം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പെൺകുട്ടികൾ മറുപടി പറയൂല, മൗനമാണ്. മൗനം എന്തിന്റെ ലക്ഷണമാണ്? സമ്മതത്തിന്റെ ലക്ഷണമാണ്. അല്ലെ? നിങ്ങൾ പഴയ കാലത്ത് കുട്ടിച്ചെന്റെ അമ്മയോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിച്ചു നോക്കും, മൗനമാണ് അന്ന് സമ്മതത്തിന്റെ ലക്ഷണം. ഈ വയലാർ എഴുതിയേക്കുന്ന ഒരു പാട്ട് എനിക്ക് തോന്നുന്നു പഴയ പാട്ടാണ്. അതിന്റെ അതൊരു വരി ഇങ്ങനെയാണ്, കാട്ടുതാറാവുകൾ ഇടകളെ തേടും കായലിനരികിലൂടെ, കടത്തുവഞ്ചിയിൽ ആള് കയറും കല്ലൊതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മകൻ. യെസ്, നേരത്തെ സ്നേഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മറുപടി രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്.
എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം? യെസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ ഇതേപോലെ ഫീലിങ്സ് വരുമ്പോൾ അത് മുഴുവൻ എന്ത് ചെയ്യുക, ഒരു കടലാസിലേക്ക് പകർത്തുക. ഭാവിയിൽ ഒരു ജ്ഞാനപീഠം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്നാലോ, ഒരു എഴുത്തച്ഛൻ അവാർഡ് ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിലിരുന്നാലോ. യെസ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവങ്ങൾ. സാർ, ആ റെക്കോർഡിനുള്ള ഒരു കവിത എഴുതാൻ വേണ്ടി ഇരുന്നിട്ട് തല പുകഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്തില്ല. എപ്പോഴാണ് രാസ്മിനി ഇരുന്ന് എഴുതാനായിട്ട്? ഇതുവരെ ഇതില്ല. എനിക്ക് ആ ഒരു ഭാഗം, ആർട്സ് ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ നമുക്കൊരു റെക്കോർഡ് വന്നിട്ടുണ്ട് മോണ്ടിസോറിയില്, സ്വന്തമായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കവിതകള് ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഇരുന്ന് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. ഇരുന്ന് കുറച്ച് 2-3 കവിതയൊക്കെ എഴുതി. കവിത ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സോങ്സ്. പക്ഷെ അത് എഴുതുമോന്നുള്ളത് തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ്. ഇതുവരെ അങ്ങനെ അത് ട്രൈ ചെയ്തിട്ടില്ല. കുറേ സമയം ഇരിക്കും. ഡ്രാമ ഉണ്ട് തന്നിട്ട് എഴുതാൻ. അതെന്താ അതെ, ഡ്രാമയുണ്ട്. ഒരു സെക്ഷൻ ഉണ്ട്. 2 റെക്കോർഡ് അതാണ്, സ്റ്റോറിയും ഇതുമായിട്ട് പോയമുമായിട്ടുള്ള 2 റെക്കോർഡ് ഉണ്ട്. ഈ ഡ്രാമയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഓർമ്മിപ്പിച്ചാൽ മതി. ഡ്രാമ ഒരു കഥ ഞാൻ പറയാം. ഇപ്പൊ രാസ്മിനെ പറഞ്ഞതിന്റെ കാര്യം പറയാം. നമ്മൾ രാവിലെ തുടങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലേ നമ്മൾ പല പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതല്ല. അപ്പൊ അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഉപബോധം മനസ്സിലേക്ക് എല്ലാം ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് എഴുത്തൊന്നും വരില്ല. ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്ക്. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ആ കടലാസം വെച്ചുകൊണ്ട് ഒന്ന് ഇരുന്ന് നോക്കി. വേറെ ആ സമയത്ത് നിങ്ങൾ പ്രകൃതിയിലുള്ള ചില ശബ്ദങ്ങൾ കേൾക്കാം. ആ ഒരു എഴുത്ത് വന്നതിന് ശേഷം കടലാസ് എടുക്കാതെ വിചാരിക്കരുത്. പേനയും കടലാസും മുന്നിൽ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് ഇങ്ങനെ പല പല ചിന്തകൾ ഇങ്ങനെ കയറി വരും. കുറെ നേരം കഴിയണത് ആ ഒരു മൂഡിലോട്ട് ഇങ്ങനെ വരും. നിങ്ങൾ നോക്കി, ഒരു വരി കഴിയുമ്പോൾ അടുത്ത വരി എന്നുള്ള മട്ടിൽ ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇനി പകലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കിടക്കുക. കിടന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. ആ റിലാക്സ് ചെയ്തതിനു ശേഷം എഴുന്നേറ്റിട്ട് ചെയ്യാം. അധികം സമയം കിടക്കരുത്. അപ്പൊ എന്തുകൊണ്ട് ക്ഷീണം കൂടുള്ളൂ. ഒരു 10 മിനിറ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോ. യെസ്. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇരുന്ന് നോക്കുക. ഇരുന്ന് നോക്കി കഴിഞ്ഞാല് വളരെ രസകരമായിട്ട് വരികൾ വരും. ഉറപ്പുള്ള കേസാണ്. അതുകൊണ്ട് പറയും. അപ്പോ ആ ഒരു മൂഡ് നമ്മൾ വെറുതെ ഈ ബ്രാഹ്മമുഹൂർത്തത്തെ എന്താക്കാന്ന് പറയില്ലേ, അത് ആ സമയത്ത് നമ്മൾ തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പൊ ആ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് ഒരുപാട് പ്രകൃതിയിലെ സൗണ്ടുകള്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ നമ്മളിങ്ങനെ സ്വാധീനിക്കും. അപ്പൊ നേരത്തെ രേവതി പറഞ്ഞ പോലെ ചെറിയ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് സംഗതികൾ നമ്മളിങ്ങനെ സ്പർശിക്കും. നമ്മൾ വേറൊരു ലോകത്തോട്ടങ്ങളായിപ്പോ. യെസ്. അപ്പൊ നമുക്ക് അതിനെ എഴുത്തുകാർക്ക് താനി വാക്ക് കഴിയുമ്പോൾ തന്നെ അടുത്ത വാക്ക് ഇങ്ങനെ വന്ന് മനസ്സിൽ വന്നിട്ട് നിൽക്കുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഇത് മുഴുവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിന് ചുറ്റും സംഭവിച്ച കാര്യങ്ങൾക്ക് നമ്മൾ വേറൊരു ഡയമെൻഷൻ കൊടുത്താൽ മതി. ആ ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? അതൊരു നാടകമായിട്ട് മാറും, ഒരു കഥയായിട്ട് മാറും. ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. അത് കുറച്ചധികം ഒരു 10-15 മിനിറ്റ് വേണം എന്നുള്ളതിന്റെ പേരിൽ ഞാനിപ്പോ പറയാത്തത്. അടുത്ത പ്രാവശ്യം ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ അതിനെ കുറിച്ച് പറയാം. യെസ്. ഈ നാടകത്തെ കുറിച്ചുള്ള കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അതായതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാനുണ്ട്. യെസ്. അപ്പോ ഇനി ആർക്കാണ് പറയാനുള്ളത്? ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? പറഞ്ഞോളൂ ബിനീഷ. In all Sundays, I am a lazy girl. Yes. I am wake up at 6:30 a.m. and I am doing my work so slowly, preparing breakfast. Then maybe go to temple. After then prepare lunch. Sometimes normal meals or biryani by me and my husband. Then do other works in the home. Evening is very special in Sundays because we are going to our nearest field. In the center of fields there is a pond. It is beautiful visual to us, so we are spend our times in more there. Our childs are very happy in there. They are playing there very well because I like Sundays than other days. Very good, very good. Okay, Bidisha. Very good, very good, very good. ഇനി ഞാനാണ്. യെസ്. അപ്പൊ ഞാൻ പറയാം. പറഞ്ഞ എല്ലാവരും രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ഇംഗ്ലീഷിലുള്ള തെറ്റുകൾ വളരെ കുറവാണ്. യെസ്, വളരെ രസകരമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും സുറുമി, ലിലി, രേവതി, റാസ്മിന, സൗമ്യ, സഫീദ, ബിനുകുമാർ, ഹൈറുനീസ, ജോൺഫി, നിഷ, അബീന ആൻഡ് ബിനീഷ. ഞാൻ ആരുടെങ്കിലും പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ചോദിച്ചോട്ടെ സർ, നമ്മൾ ഇങ്ങനെ നോർമൽ ഒരു ഡേയിനെ കുറിച്ച് പറയുമ്പോൾ നമ്മള് സിമ്പിൾ പ്രസന്റിലാണോ പറയേണ്ടത്, അല്ലെങ്കിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യം അങ്ങനെയാണോ പറയേണ്ടത്? സിമ്പിൾ പ്രസന്റിലാണ് പറയേണ്ടത്. സിമ്പിൾ പ്രസന്റ് നമ്മൾ ടെൻസ് നമ്മൾ സാധനം എടുക്കുമ്പോൾ പറയാൻ വേണ്ടി പറയും. എന്നാലും ഞാനിപ്പോ റംസിനെ ചോദിച്ചത് അത് പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ്. പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് കാണണം. യെസ്, കഴിഞ്ഞ ഞായറാഴ്ച എന്ത് ചെയ്തു എന്നും നമ്മൾ എടുത്ത് ചോദിച്ചാൽ മാത്രം നമുക്ക് സിമ്പിൾ പ്രസന്റ്. യെസ്, യൂഷ്വലി സാധാരണ ചെയ്ത സിമ്പിൾ പ്രസന്റ്. യെസ്, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ പെർഫോമൻസ് വാസ് ടോപ്പ് ലെവൽ. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നത് വിചാരിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സമയമായി 45 ആകുമ്പോൾ നിർത്തിയിട്ട് അടുത്ത ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അന്നേരത്തിൽ കാണുമ്പോൾ അടുത്തൊരു യൂണിറ്റുമായിട്ട് നമുക്ക് ആരംഭിക്കാം. സോ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് യുവർ ഇൻവോൾവ്മെന്റ് ഇൻ ദ ക്ലാസ് ദാറ്റ് വാസ് സോ ടച്ചിങ് ആൻഡ് ഇൻസ്പയറിംഗ്. നമുക്ക് നാടകത്തെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. എങ്ങനെയാണ് സാധാരണ കുറച്ചൊക്കെ പറയാം, പക്ഷെ മറ്റൊരു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. യെസ്, അത് വലിയ കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഇന്നതാണെന്ന് പിടികിട്ടുമല്ലോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അതൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ഒരു മെച്ചം. നമ്മളെ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വൈകുന്നേരം ഇപ്പോഴും എനിക്ക് ഇതായിട്ട് പറയല, എന്റെ ഒരു പഴയൊരു ബാച്ചിന് അവര് ആഴ്ചയിൽ ഒരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ. എന്നിട്ട് പൊട്ടത്തരൊക്കെ പറയണത് അവര് വീട്ടിൽ നടന്ന കാര്യം, നേഴ്സിംഗ് സ്കൂളിൽ പോയിട്ടുണ്ടായ കാര്യം, ഇതൊക്കെയാണ് പറയണത്. പക്ഷെ എല്ലാം ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ നമുക്ക് പറയണം. നിങ്ങളും അതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ഒരു വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ച് കൂടാന്ന് നിങ്ങൾ തീരുമാനിക്കും. ഓൺലൈനിൽ മതിയല്ലോ. എന്നിട്ട് ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾ വർത്താനം പറഞ്ഞ ഇംഗ്ലീഷ് പറയാം. ദാറ്റ് വിൽ ബി പറഞ്ഞാലത് റെഡിയാവും. യെസ്, പറയുക. അല്ലാണ്ട് നമ്മൾ എത്ര വായിച്ചു പഠിച്ചാലും പറയുക എന്ന് പറഞ്ഞ സാധനം പറ്റില്ല. അപ്പൊ അത് നിങ്ങൾ തീരുമാനിക്കും. ഗ്രൂപ്പിൽ നിങ്ങൾ തീരുമാനിക്കുക ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ കൂടുന്നു. യെസ്, അത് കഴിഞ്ഞ് ഇന്ന് ബുധനാഴ്ച ഇന്നുണ്ടാവും അവര്. ഇന്ന് വരെ ഒരു കുറെ പേര് ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ പഠിച്ച സ്റ്റുഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് അതിന്റെ ഇംഗ്ലീഷിൽ സംസാരിച്ചോണ്ടിരിക്കും. യെസ്, അപ്പൊ അവര് തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അത് അവർ ഇംഗ്ലീഷിൽ പറയും. അല്ലെങ്കിൽ കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഇംഗ്ലീഷിൽ പറയും. മക്കളായിട്ട് എന്തെങ്കിലും തല്ലോട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരാഴ്ചയിലെ സംഭവങ്ങളൊക്കെ അവർ ഇംഗ്ലീഷിൽ വെറുതെ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവര് തമ്മിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനൊരു മോഡറേറ്റർ പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടപെട്ടാൽ മതി. അല്ലെങ്കിൽ അവരിങ്ങനെ നല്ലതായിട്ട് പറഞ്ഞു അത് നിങ്ങൾ ശരിക്കും ഇതിന്റെ അത് നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന കുട്ടികളുണ്ടല്ലോ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നമുള്ളത്? ബാക്കിയുള്ളവരെ കൊണ്ട് നമുക്ക് കുട്ടിയെ കൊണ്ടുവരാം. ഓക്കെ, സോ ഹു ഈസ് ഡൂയിങ് സൈനിങ് ഓഫ്? സൈനിങ് ഓഫ് ആരാണ്? ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇല്ല, ആരും ഇല്ലെങ്കിൽ ഞാൻ സോങ് ചെയ്യാം സർ. ഓക്കെ, അതാണ് ഡെഡിക്കേഷൻ. ആ ടൈമിൽ അങ്ങനെ കയറി നിൽക്കുക. യെസ്, ഓക്കെ ഓക്കെ. യെസ്, എവരി ഓക്കെ. രാഗസാന്ദ്രമാണി പ്രണയം സുധജാത്രിയിൽ സുധചൂടുമാ കുളിർമഞ്ഞുലയും പ്രണയം കഴുകും ഉണരും രാഗസാന്ദ്രമാണി പ്രണയം കുളിർത്തച്ച പൂമഞ്ഞ കഴുകിത്തലോടുന്ന കാറ്റിനുണ്ടൊരു പ്രണയം ഈളം മണം ചൂടുന്ന നന്ദിമാണ് പ്രണയം. താങ്ക് യു സർ. ഓക്കെ, രേവതി ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ നമ്മൾ അത് പറഞ്ഞ ടെക്നിക്കില്ലേ,
അത് ഒരുപാട് പതർച്ച വരുന്നുണ്ട് ശബ്ദത്തിന്. അതൊന്നും മാറ്റി പിടിക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ ശബ്ദം ലെജിബിലിറ്റി കുറയും. അപ്പൊ എങ്ങനെയാണ് അവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ട് എങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ വേറൊരു പിടിക്കാം കേട്ടോ. ഓക്കെ, യെസ് യെസ്. ലെജിബിള് പതർച്ച അത് നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും. അത് ലെജിബിൾ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഓവർ ഇതൊന്നുകൂടി നമുക്ക് അടുത്ത പ്രാവശ്യം പാടാം കേട്ടോ. യെസ്, ഓർമ്മിപ്പിച്ചാൽ മതി. ക്ലിയർ ആയിരുന്നു. യെസ്, very good, very good. We will meet in the next class. Till then, bye. See you. Thank you, sir. Okay, okay. Thank you.